ഉമ്മറക്കോലായിൽ നിന്ന് രാത്രിയിൽ എടുത്തുവയ്ക്കാൻ മറന്ന കിണ്ടി കളവു പോയതുപോലെ വയൽക്കരയിലുള്ള ഒരു കുന്ന് പുലർച്ചയ്ക്ക് കാണാതായി. മഴയും വെയിലും എവിടെയെല്ലാം തിരഞ്ഞു. പിന്നെയും ബാക്കിയായ ഒരു കുന്നിൻ്റെ പള്ളയ്ക്കാണ് എൻ്റെ വീട്. ഇപ്പോൾ കുന്നുകളെല്ലാം റോഡ് പണിക്ക് പോകുന്നു, കരയുന്ന വീടുകളെ ഉറക്കിക്കിടത്തിക്കൊണ്ട്. പന്തലംകുന്ന്, പൂത്രക്കുന്ന്, പുളിയാറക്കുന്ന്, പറക്കുന്ന്, ചോലക്കുന്ന്, കരിമ്പനക്കുന്ന്, ചന്തക്കുന്ന്. പേരു വിളിക്കുമ്പോൾ എല്ലാവരും വരിവരിയായി വന്ന് ലോറിയിൽ കയറണം. ഇരതിരഞ്ഞു നടക്കുന്ന മണ്ണുമാന്തി യന്ത്രങ്ങൾ ഓരോരോ കുന്നുകളിലേക്ക് ഇഴഞ്ഞു കയറുന്നു. നമ്മുടെ ഭൂപ്രകൃതിയെ അക്ഷരാർത്ഥത്തിൽ മുറിച്ചും ഇടിച്ചും നിരത്തുന്നു. ധാരാളം സുഷിരങ്ങളുള്ള ലാറ്ററൈറ്റ് ശിലകൾ നിറഞ്ഞ ഈ കുന്നുകൾ പ്രകൃതിയുടെ ജലസംഭരണികളാണ്. നീരുറവകൾ ഈ ചെങ്കൽ കുന്നുകളിൽ നിന്ന് പിറക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപീകരിക്കപ്പെട്ട സന്തുലിത പ്രകൃതി, സൂക്ഷ്മ കാലാവസ്ഥ എല്ലാം തകിടം മറിയുന്നു. കുന്നുകളിടിച്ചുള്ള കല്ലും മണ്ണും ലോറികളിൽ കൊണ്ടുവന്ന് തള്ളുന്നത് തണ്ണീർത്തടങ്ങളും കുളങ്ങളും വയലുകളുമൊക്കെ നികത്താനും വാണിജ്യ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും പണിയാനും റോഡുകൾ മണ്ണിട്ടുയർത്താനുമൊക്കെയാണ്. ൽ 7.8 ലക്ഷം ഹെക്ടർ നെൽവയലുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. 2004 ആയപ്പോഴേക്കും നെൽകൃഷി 2.8 ലക്ഷം ഹെക്ടർ മാത്രമായി ചുരുങ്ങി. ഭൂഗർഭ ജലശേഖരത്തെ സമ്പുഷ്ടിപ്പെടുത്തുന്നതിലും ജലക്ഷാമം പരിഹരിക്കുന്നതിലും വയലുകൾക്കും തണ്ണീർത്തടങ്ങൾക്കും മുഖ്യമായ സ്ഥാനമാണുള്ളത്. ഇതുകൂടാതെ വയലുകളും കുളങ്ങളും നികത്തുക വഴി ശക്തിയായി പെയ്യുന്ന മഴവെള്ളം ശേഖരിച്ച് സൂക്ഷിക്കാനാവാതെയും നീരൊഴുക്കുകൾ തടസ്സപ്പെട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്യുന്നു. 2003-2004 വർഷത്തിൽ മാത്രം 23,000-ൽ പരം ഹെക്ടർ നെൽപ്പാടം നികത്തപ്പെട്ടിട്ടുണ്ട്. 1 ഹെക്ടർ നെൽപ്പാടത്തിന് ഏകദേശം
7500 ഘനമീറ്റർ ജലം സംഭരിച്ചു വെക്കാനാകും. എങ്കിൽ 17 കോടി ഘനമീറ്ററിലധികം ജലം സംഭരിക്കാനുള്ള ശേഷി ഒരു വർഷം അധികമായി നാം നഷ്ടപ്പെടുത്തി എന്നർത്ഥം. കുന്നിടിച്ചും തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് മൂടിയും ഓരോന്നോരോന്നായി പ്രകൃതി കരുതിവെച്ച കുടിനീർ കുടങ്ങൾ നാം തച്ചുടക്കുകയല്ലേ? ഊട്ടിയും സൈലന്റ് വാലിയും ഉൾപ്പെടുന്ന നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ അട്ടപ്പാടി ഒരിക്കൽ നിബിഡ വനമായിരുന്നു. മനുഷ്യന്റെ ഇടപെടൽ ഒരു ഭൂപ്രകൃതിയെ തന്നെ എങ്ങനെ എത്ര വേഗം മാറ്റിത്തീർക്കുമെന്നതിൻ്റെ നേർ സൂചകമാണ് അട്ടപ്പാടി. കേരളത്തിലെ വനവിസ്തൃതി 50 വർഷം കൊണ്ട് 45% നിന്നും 9% കുറഞ്ഞു കഴിഞ്ഞു. അനധികൃതമായ തടിവെട്ടൽ, കാട്ടുതീ, വൻകിട പദ്ധതികൾ, അശാസ്ത്രീയമായ പരിപാലന രീതി, മോശമായ പുനർജീവനം എന്നിവ മൂലം വനമേഖല നിത്യേന ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ ചരിഞ്ഞുള്ള കിടപ്പ് മൂലം കേരളത്തിൽ പെയ്യുന്ന മഴവെള്ളം വളരെ വേഗം വാർന്നൊഴുകി കടലിലെത്തുന്നു. മഴവെള്ളം ഭൂഗർഭജലമായി നിലനിർത്തണമെങ്കിൽ കടലിലേക്കുള്ള ഒഴുക്ക് പതുക്കെയാക്കണം. പെയ്യുന്ന സ്ഥലത്ത് തന്നെ മണ്ണിലേക്ക് ഇറക്കണം. മഴ ശക്തിയായി മണ്ണിൽ പതിച്ച് മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ മരക്കൂട്ടങ്ങളും സസ്യാവരണവും വേണം. കേരളത്തെ വരൾച്ചയിലേക്ക് നയിക്കുന്ന മുഖ്യ ഘടകങ്ങളിലൊന്നാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വനനശീകരണം. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് നമുക്ക് ഏതാണ്ട് 45% വനമുണ്ടായിരുന്നു. കഴിഞ്ഞ 4-5 പതിറ്റാണ്ട് കാലങ്ങളിലായി വനത്തിന്മേലുള്ള കയ്യേറ്റം കൂടിക്കൊണ്ടേയിരുന്നു. ആദ്യകാലത്ത് ദേവികുളത്ത്, നിലമ്പൂർ, അതുപോലെ തന്നെ അട്ടപ്പാടി പ്രദേശങ്ങളിലൊക്കെയുള്ള വനമായിരുന്നു നശിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് വനനശീകരണം വർദ്ധിച്ച് ജീരകപ്പാറ, അതുപോലെ തന്നെ കണ്ണവം, വാഗമൺ തുടങ്ങിയ നെല്ലിയാമ്പതി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിലേക്ക് വനനശീകരണത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുണ്ടായത്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 1982 കേരളത്തിൽ 1510 ചതുരശ്ര കിലോമീറ്റർ അസ്പർശ വനമാണുണ്ടായിരുന്നത്. ഇത് ഭൂവിസ്തൃതിയുടെ 5%-ലും താഴെയാണ്. പിന്നെയും കുറഞ്ഞു വരുന്ന വനവിസ്തൃതി നമ്മുടെ കാലാവസ്ഥയെയും മണ്ണിലുള്ള ഈർപ്പത്തെയും പുഴകളെയും ബാധിച്ചു കഴിഞ്ഞു.
മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന ആർത്തി പതുക്കെ പതുക്കെ ഓരോരോ കാടുകളെയായി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയായ ഇത്തിരി പച്ചപ്പിന് നേരെയും മഴുമുനകൾ ഉന്നം വെച്ച് കാത്തിരിക്കുന്നു. വ്യാപകമായ ഈ കയ്യേറ്റങ്ങളെ ഒറ്റപ്പെട്ട പ്രതിരോധങ്ങൾ കൊണ്ട് മാത്രം തളയ്ക്കാനാവില്ല. ഹരിത കേരളം വരും തലമുറകളുടെയും അവകാശമാണ്. നദികൾ ഞങ്ങളുടെ സഹോദരരാണ്. അവർ ഞങ്ങളുടെ ദാഹമകറ്റുന്നു. നദികൾ ഞങ്ങളുടെ വള്ളങ്ങളെ ചുമക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ നദികൾ ഞങ്ങളുടെയും നിങ്ങളുടെയും സഹോദരരാണെന്ന് ഓർമ്മിച്ചു കൊള്ളുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയും വേണം. അന്നു മുതൽ ഏതൊരു കൂടപ്പിറപ്പും കാണിക്കുന്ന കാരുണ്യം നിങ്ങൾ നദികളോടും കാണിക്കണം. കേരളത്തിലെ ജനസാന്ദ്രതയും വാർഷിക വർഷപാതവും കണക്കിലെടുക്കുമ്പോൾ ഇവിടുത്തെ ആളോഹരി ജലലഭ്യത രാജസ്ഥാനിലേതിനേക്കാൾ താഴെയാണ്. പതുക്കെ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ജലസമൃദ്ധമായിരുന്ന നമ്മുടെ പല നദികളും. വരണ്ടുണങ്ങി ഒഴുക്ക് നിലച്ചവ, മാലിന്യമൊഴുക്കി വിഷമയമാക്കിയവ, മണലൂറ്റിയൂറ്റി പുഴയല്ലാതാക്കിയവ. ആയിരത്തി 1981 2000 കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം 4 മീറ്റർ താണതായി കണക്കുകൾ പറയുന്നു. നദികളിലെ ക്രമാതീതമായ മണലെടുപ്പ് ഉപരിതല ജലലഭ്യതയെ മാത്രമല്ല ഭൂഗർഭ ജലസ്രോതസ്സുകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. മഴവെള്ളത്തെ ഭൂമിയിലേക്ക് അരിച്ചിറങ്ങാൻ സഹായിക്കുന്ന അരിപ്പ് മെത്തകളാണ് വനങ്ങളെപ്പോലെ മണലും. അവ ഇല്ലാതാകുന്നതോടെ പുറത്തുവരുന്ന കളിമൺ അടരുകൾ കടലിലേക്കുള്ള ഒഴുക്കിനെ എളുപ്പത്തിലാക്കുന്നു. മഴക്കാലത്ത് മേലൊഴുക്ക് നിന്നു കഴിഞ്ഞാലും പുഴയുടെ മണൽത്തിട്ടയിലൂടെ താഴോട്ട് വെള്ളം പതുക്കെ ഒഴുകുന്നുണ്ടാകും. സമുദ്രത്തിൽ നിന്നും കായലിൽ നിന്നും ഒരു വെള്ളം തിരിച്ചു കയറുന്നത് ഇതൊരു പരിധിവരെ തടയും. നമ്മുടെ ദാഹമകറ്റുന്ന നദികളെ ഒന്നൊന്നായി കൊലക്കു കൊടുക്കുന്നു. ഉള്ള നീരെല്ലാം ആഗോള ചന്തയിൽ വിൽപ്പന ചരക്കാക്കുന്നു. ഉള്ളിലേക്ക് താഴ്ത്തിയിറക്കിയ എണ്ണമില്ലാത്ത കുഴലുകളിലൂടെ വലിച്ചൂറ്റിയെടുത്ത് വിറ്റും ധൂർത്തടിച്ചും തീർക്കുന്നത് ഭൂമിയുടെ ഹൃദയരക്തമാണ്. പെണ്ണിനും മണ്ണിനും പൊന്നിനും വേണ്ടി നയിക്കപ്പെട്ട പടയോട്ടങ്ങളുടെ കാലം അവസാനിച്ചു തുടങ്ങുന്നു. ഇനി ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വസ്തു ശുദ്ധജലമായിരിക്കും.